വാഹനങ്ങൾ പെരുകുന്ന കാലമാണി ക്ഷിതിയിങ്കൽ വാഹനത്തിനുള്ളിൽ കേറാൻ ഭയമാണേതും വാഹനത്തിൽ കയറേണ്ട പാതയോരം പോയാൽ മതി. മൃത്യുവിന്റെ വാഹനത്തിൽ കയറിക്കൂടാ. ജനപെരുപ്പത്തെ പോലും അതിശയിപ്പിച്ചു ചെമ്മേ. വാഹനങ്ങളുടെ സംഖ്യയുയർന്നു നിൽക്കൂ. പരിസ്ഥിതി രക്ഷയോ മരണക്കിടക്കേലക്കി. പരിലസിക്കുന്നു നാട് ദൈവത്തിൻ നാടാ എന്നല്ലേ പറയുന്നേ. പക്ഷേ നടുവഴിയിൽ നിലവിളി മാത്രം. ഇരുചക്രത്തിന്റെ ചിറകിൽ കാട്ടുപോലെ പാഞ്ഞാൽ പിന്നിൽ ആരുണ്ട് എന്ന് ആരോരും നോക്കില്ല. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ഓതി കൃപ വേണം ക്രൂരതയല്ല. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ഒരു ജീവൻ മതിയെല്ലാം തകർക്കാൻ. ഇരുചക്രവാഹനങ്ങൾ അതിവേഗം പാഞ്ഞില്ലെങ്കിൽ 18കാരൻ തന്റെ മാനസിരിയും പ്രവീരിക്കാനായി പ്രേമഭാജനവുമെന്നാൽ മാലോകരെ പിന്നെ കഥ പറയണ്ടല്ലോ. റോഡുകളുടെ അവസ്ഥ പരിതാപകരമാണ്. റോഡിൽ കൃഷി ചെയ്യുവാനോ പര്യാപ്തമാണ്. എത്ര മരണങ്ങൾ, അംഗവൈകല്യങ്ങൾ, വേറെ എത്ര കുടുംബങ്ങൾ അനാഥമായി. ഗതാഗത നിയമങ്ങൾ കാട്ടിലാക്കി പറത്തിടും. മനുഷ്യരെ നിങ്ങളൊന്നു മനസ്സിലാക്കൂ. നിരപരാധികളായ കുടുംബങ്ങൾ നിങ്ങൾക്കൊപ്പം കഷ്ടതകൾ നഷ്ടങ്ങളും അനുഭവിക്കൂ. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ റോഡിൽ കൃപ വേണം ക്രൂരതയല്ല. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ഒരു ജീവൻ മതിയെല്ലാം തകർക്കാൻ. വേഗംഭീരമല്ല വിവേകം തന്നെയാണ്. ഒരു നിമിഷം മതിയുരീരലില്ലാതാക്കാൻ. ഒരു ചിത്ത മതിയൊരു ജീവൻ തകർക്കാൻ. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ഒരു കൃപ വേണം ക്രൂരതയല്ല. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ഒരു ജീവൻ മതിയെല്ലാം തകർക്കാൻ. മനസ്സിലാക്കൂ മനസ്സിലാക്കൂ നടക്കാൻ പാത വേണം മരിക്കാൻ.